നമ്മുടെ ഇന്നത്തെ മാസ്റ്റർ കോഡ് ഇതാണ്: 300 രൂപയുടെ ആധാരം. ഇന്ന് നമ്മൾ 101/2022 കോഡുള്ള ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ചോദ്യപേപ്പർ എടുത്ത് കീറി മുറിച്ചു പഠിക്കാൻ പോവുകയാണ്. അതും മറന്നുപോകാത്ത രീതിയിലെ ചില കിടിലൻ കോഡുകൾ വെച്ച്. ഇതാണ് ആ ചോദ്യം. ഒരു സൈഡില് കുറച്ച് നിയമങ്ങളും പദ്ധതികളും, മറു സൈഡില് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരും. റെഗുലേറ്റിംഗ് ആക്ട്, സബ്സിഡിയറി അലയൻസ്, ഈ പേരുകളൊക്കെ കേൾക്കുമ്പോഴേ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? വിഷമിക്കണ്ട, നമുക്ക് ഓരോന്നും എളുപ്പത്തിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം റെഗുലേറ്റിംഗ് ആക്ട്. വർഷം ഓർത്തു വെച്ചോളൂ, 1773. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് കൊണ്ടുവന്ന ആദ്യത്തെ നിയമമാണിത്. അന്ന് ആരായിരുന്നു ഗവർണർ ജനറൽ? വാറൻ ഹേസ്റ്റിംഗ്സ്. അടുത്തത് സബ്സിഡിയറി അലയൻസ്, 1898. ഇത് കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ്. ശരിക്കും പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാരുടെ വരുതിയിലാക്കാനുള്ള ഒരു സൂത്രപ്പണിയായിരുന്നു ഇത്. അപ്പോൾ സബ്സിഡിയറി അലയൻസ് എന്ന് കേട്ടാൽ വെല്ലസ്ലി. ഇനി നോക്കൂ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, 1871. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൃഷിക്കും വാണിജ്യത്തിനും വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് തുടങ്ങിയത് മായോ പ്രഭുവാണ്. ഇത് ഓർക്കാൻ എളുപ്പമുണ്ട്: അഗ്രികൾച്ചർ, മായോ. അവസാനമായിട്ട് ഓഗസ്റ്റ് ഓഫർ, വർഷം 1940. ആ സമയത്ത് എന്താ നടക്കുന്നത്? രണ്ടാം ലോകമഹായുദ്ധം. അപ്പോ യുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ലിൻലിത്ഗോ പ്രഭു മുന്നോട്ട് വെച്ച ഒരു ഓഫറായിരുന്നു ഇത്. അപ്പോൾ ഓഗസ്റ്റ് ഓഫർ, ലിൻലിത്ഗോ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ഒന്നുകൂടി പറയാം: റെഗുലേറ്റിംഗ് ആക്ട്, വാറൻ ഹേസ്റ്റിംഗ്സ്; സബ്സിഡിയറി അലയൻസ്, വെല്ലസ്ലി; ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, മായോ; ഓഗസ്റ്റ് ഓഫർ, ലിൻലിത്ഗോ. ഈ ജോഡി മനസ്സിലൊന്ന് ഉറപ്പിച്ചോളൂ, പരീക്ഷയ്ക്ക് ഉറപ്പായും ഉപകാരപ്പെടും. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് നേരെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരാം. PSC പരീക്ഷകളൊരു ഹോട്ട് ടോപ്പിക്കാണിത്, പ്രത്യേകിച്ച് ഭരണഘടനാ ഭേദഗതികൾ. ഇതിൽ നിന്ന് സ്ഥിരമായി വരുന്ന ഒരുപാട് പേരെ കൺഫ്യൂഷനാക്കുന്നൊരു ചോദ്യം നമുക്ക് നോക്കിയാലോ? ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. ആർട്ടിക്കിൾ 300A ഭരണഘടനയിൽ ചേർത്തത് ഏത് ഭേദഗതി വഴിയാണ്? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണിത്. ഓപ്ഷൻസ് കണ്ടോ? 42ഉം 44ഉം. എപ്പോഴും നമ്മളെ കൺഫ്യൂഷനാക്കുന്ന 2 ഓപ്ഷൻസാണിത്. അപ്പോൾ ഉത്തരം കണ്ടെത്തുന്നതിന് മുൻപ് ഈ ഭേദഗതികൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം 42ാം ഭേദഗതി, 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരേണ്ട ഭേദഗതി ഇതാണ്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ ചേർത്തതും മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയതും ഈ ഭേദഗതി വഴിയാണ്. ഇനി 44ാം ഭേദഗതി, 1978. മൊറാർജി ദേശായിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് വന്ന ഈ ഭേദഗതി 42ാം ഭേദഗതിയിലെ ചില കാര്യങ്ങൾ തിരുത്താനാണ് പ്രധാനമായും കൊണ്ടുവന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്നോ? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റി. ഇതാണ് നമ്മുടെ ചോദ്യവുമായി ബന്ധമുള്ള പോയിന്റ്. അപ്പോ ഈ ആർട്ടിക്കിളും ഭേദഗതിയുമൊക്കെ എങ്ങനെ ഓർത്തിരിക്കും? അതിനൊരു കിഡിലൻ കോഡുണ്ട്. നമ്മുടെ ഇന്നത്തെ മാസ്റ്റർ കോഡ് ഇതാണ്: 300 രൂപയുടെ ആധാരം. ഈ ഒരൊറ്റ വാചകം മതി നമുക്ക് 3-4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ. എങ്ങനെയെന്നല്ലേ? കാണിച്ചുതരാം. നമുക്ക് ഈ കോഡൊന്ന് ഡീകോഡ് ചെയ്യാം അല്ലേ? 300 രൂപ എന്നത് നമ്മളെ നേരെ ആർട്ടിക്കിൾ 300A കൊണ്ടുപോകും. ആധാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? സ്വത്ത് അഥവാ പ്രോപ്പർട്ടി. അപ്പോൾ ആർട്ടിക്കിൾ 300A സ്വത്തവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനിയൊരു ബോണസ് പോയിന്റ് കൂടി വേണോ? ഈ 300 രൂപയുടെ ആധാരം സ്വന്തമാക്കാൻ 12 മാസം കഷ്ടപ്പെട്ടു എന്നോർത്താൽ മതി. സ്വത്തവകാശം ഭരണഘടനയുടെ പാർട്ട് XLലാണ് വരുന്നതെന്നും നമുക്ക് കിട്ടും. കണ്ടോ, ഒരൊറ്റ കോഡിൽ 3 ഉത്തരങ്ങൾ. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ആർട്ടിക്കിൾ 300A കൊണ്ടുവന്ന ഭേദഗതി ഏതാണ്? ഇപ്പോ ഉത്തരം ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി, 44ാം ഭേദഗതി. ഇനി 300 രൂപയുടെ ആധാരം എന്ന കോഡ് ഓർത്തുവെച്ചാൽ ഈ ചോദ്യം ജീവിതത്തിൽ തെറ്റില്ല. അപ്പോ ഇന്ന് നമ്മൾ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ കൺഫ്യൂസിംഗ് ആയ ചോദ്യങ്ങൾ അടിപൊളി കോഡുകളിലൂടെ പഠിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആൾക്കാരെയും ഭരണഘടനയിലെ സ്വത്തവകാശ ഭേദഗതിയും ഇനി നിങ്ങൾ മറക്കില്ലെന്നെനിക്ക് ഉറപ്പാണ്. ഇതുപോലുള്ള പഠനരീതികൾ റിവിഷൻ സമയത്ത് ഒരുപാട് സമയം ലാഭിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതുപോലുള്ള കൂടുതൽ കോഡുകളിലൂടെയും സിമ്പിൾ ട്രിക്കുകളിലൂടെയും PSC പഠനം ഒരു ഭാരമാക്കാതെ രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ PSC ക്ലാസ് റൂം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചോദ്യപേപ്പറിലെ ബാക്കി ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. നന്ദി.